ചോറിവിടെയും കൂറവിടെയും കേക്ക് വിവാദം കനക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സ്നേഹ സന്ദേശ യാത്രക്കിടെയാണ് കെ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തൃശ്ശൂർ മേയറായിട്ടുള്ള MK വർഗീസ് കേക്ക് വാങ്ങിയത്. ഇതാണ് വലിയ വിവാദമായിരിക്കുന്നത്. ഇതൊരു വലിയ വിവാദമാകേണ്ട സാഹചര്യമുണ്ടോ സാർ? സുനിൽകുമാർ എന്തിനാണ് ഇത്തരം രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ BJPക്ക് പൊതുവെ സീറ്റ് കിട്ടത്തില്ലെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കത്തില്ലെന്നും ധരിച്ചു വശമായിരുന്നുവെന്ന് തോന്നുന്നു. ഏതായാലും ഒരു പരാജയത്തിന് ശേഷം സുനിൽകുമാറിൻ്റെ ഒരു മാനസിക നില തകരാറിലാണെന്ന് വേണം കരുതാൻ. പരാജയത്തിന് ശേഷം അദ്ദേഹം പരാജയത്തിൻ്റെ കാരണങ്ങളെപ്പറ്റിയും അതിൻ്റെ വിലയിരുത്തലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിലാണ് പല വിധത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിൽ KM വർഗീസിനെ ആളാണ് മേയർ. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് മേയർ, സ്വതന്ത്രനായി ജയിച്ച ആളാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ മേയറാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം ആ സിറ്റി ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. അദ്ദേഹം വളരെ പൊതുവെ കാര്യക്ഷമമായി പ്രവർത്തികൾ ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ പിന്തുണയോടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും സുനിൽകുമാറും K മുരളീധരനും തമ്മിലായിരുന്നല്ലോ മത്സരം. സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞപ്പോൾ മുതൽ വലിയ ചർച്ചകൾ പല വിധത്തിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഒടുവിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ന്യായീകരണം കണ്ടെത്താൻ പല വിധത്തിലുള്ള ന്യായങ്ങൾ ചാനലുകളിൽ അടക്കം വരുന്ന വിശാരദന്മാരടക്കം ഇങ്ങനെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, ഒരു പാർട്ടി വിജയിക്കുന്നു, സാധാരണഗതിയിൽ അവർ കുറേ കാലത്തെ പ്രവർത്തനം കൊണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മികവ് വിഷയമായിരിക്കാം. ഇതെല്ലാം തെരഞ്ഞെടുപ്പുകളെല്ലാം വിഷയമാണ്. ഒരു തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ സാഹചര്യങ്ങളും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ഒക്കെ വിഷയങ്ങളാണ്. അവർക്ക് കൂടുതൽ വോട്ട് വാങ്ങിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്, പോപ്പുലറായ സ്ഥാനാർത്ഥികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്, അങ്ങനെയൊക്കെയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ തവണയും ഇവിടെ മത്സരിച്ച് തൃശ്ശൂരിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനെ അവസരം BJPയിൽ കിട്ടാറുമില്ലല്ലോ. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. BJPയിലൊക്കെ മത്സരിക്കുന്ന ഒരാളെ പിന്നെ അവർ വേറൊരിടത്താണ് എത്ര വോട്ട് പിടിച്ചെന്ന് പറഞ്ഞാലും വേറെ പല സ്ഥലത്തും അതുകൊണ്ട് പിന്നെ നിർത്തുന്നത്. അതുതന്നെ അവരുടെ പരാജയത്തിനൊരു കാരണമായിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് 2 തവണ അടുപ്പിച്ച് ഇവിടെ നിർത്തിയ ജയിച്ചിരും. ഇവിടെ സുരേഷ് ഗോപി അവിടെ തന്നെ നിൽക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുകയും അദ്ദേഹത്തിന് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനൊക്കെ അവസരം കിട്ടുകയും ഒക്കെ ചെയ്തത് കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് അവിടെ തൻ്റെ ഇമേജ് കൂടുതൽ ഭംഗിയാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിച്ചു. ഏതായാലും അതിനുശേഷം ആണ് സുനിൽകുമാർ, ഇതിനു മുമ്പും സുനിൽകുമാർ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഇപ്പോൾ മാത്രമല്ല. അല്ല, സുനിൽകുമാർ ഇതിൽ പറയുന്നതിലൊരു ശരിയില്ലേ? കാരണം നിരവധി മേയർമാർ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അവിടെയൊന്നും കേക്ക് കൊടുക്കാണ്ട് എന്തുകൊണ്ട് തൃശ്ശൂർ മേയറിന് മാത്രം കേക്ക് കൊടുത്തു എന്നാണ് സുനിൽകുമാർ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചോറിവിടെയും കൂറവിടെയും. ആയിക്കോട്ടെ, പക്ഷേ അതിന് യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു വാദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ BJP അവരുടെ ക്രിസ്തുമസ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി, ക്രിസ്തുമസിൻ്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് സംസ്ഥാന വ്യാപകമായിട്ടിരിക്കുന്നൊരു പരിപാടിയാണ്. അതിലിപ്പോൾ മേയർന്നോ അല്ലാത്തവരെന്നോ ഒന്നും പ്രത്യേകിച്ചില്ല. വ്യക്തികളുടെ വീടുകൾ, പ്രമുഖന്മാരുടെ വീടുകളിൽ പോകുന്നുണ്ട്, തിരുമേനിമാരുടെ വീടുകൾ, ഈ അരമനകളിൽ ചെന്ന് സന്ദർശിക്കുന്നുണ്ട്, ഒരുപാട് ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. നിരവധി BJPയുടെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു സംവാദ പരിപാടി അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരുടെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു സ്ട്രാറ്റജി. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി കിട്ടിയെന്നുള്ള ഒരു തോന്നലുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അത് ശരിയും ആണ്. അത് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അല്ല എന്നൊക്കെ പറഞ്ഞ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ പല വാദഗതികളുണ്ട്. എന്തായാലും അവിടെ അതുകൊണ്ട് കൊടുത്തു എന്ന് പറയുന്നതിൽ ഇത്രയേറെ ക്ഷുഭിതനാകേണ്ട യാതൊരു കാര്യവുമില്ല. അത് CPMകാർ തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. CPMകാരും അങ്ങനെയാണ് പറയുന്നത്. പിന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി അവർക്ക് വലിയൊരു ആഘാതമാണ്. കാരണം അവർക്ക് സ്ഥിരമായി തോൽക്കാൻ വേണ്ടി ഈ മണ്ഡലങ്ങൾ കൊടുക്കുന്നു. ഈ മണ്ഡലങ്ങൾ മാറ്റി നിർത്തി കൊടുക്കുകയൊന്നും ചെയ്തില്ലെങ്കിൽ CPIക്ക് ഇനി കേരളത്തിൽ ഒരു സീറ്റും കിട്ടത്തില്ല. കാരണം ഇത് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ആദ്യം ഈ മുന്നണികളിൽ ഇങ്ങനെ സംവിധാനം വന്നു കഴിയുമ്പോഴേ മത്സരിക്കുന്ന സീറ്റുകൾ അവർക്ക് തന്നെ എന്നൊരു ഒരു മാനദണ്ഡം ആദ്യം അങ്ങ് വെക്കും. അങ്ങനെയാണ് ഈ ലഭിച്ചു പോകുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ മത്സരിക്കുന്ന ഒരു സീറ്റും അവർക്ക് നേരത്തെ തൃശ്ശൂരിൽ ജയിച്ചിട്ടുണ്ട്, VV രാഘവനൊക്കെ ജയിച്ചിട്ടുണ്ട്, ഇല്ലെന്നില്ല, തിരുവനന്തപുരത്തെ മംഗൂന്നാർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി അവർ പുതിയ എന്തെങ്കിലും സ്ഥലത്തോട്ട് മാറുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് CPIക്ക് സീറ്റ് കിട്ടത്തില്ല, ജയിക്കത്തില്ല അവർ. അതാണ് പ്രശ്നം, അവിടെ ജയിക്കത്തില്ല എന്നുള്ളത്. അത് ഇടതുപക്ഷം CPMൻ്റെ ഭാഗമായി നിന്നാൽ ഇനി അങ്ങനെ സീറ്റ് മാറി കിട്ടത്തുമില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും
ആ ഒരു അഭിപ്രായത്തിന് തൃശ്ശൂർ മേയർക്ക് മാത്രം കേക്ക് കൊടുത്തു എന്ന ഒരു അഭിപ്രായമില്ല. പിന്നെ തൃശ്ശൂർ മേയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാദഗതിയാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും പിന്നെ സുരേഷ് ഗോപിയോട് ആ അർത്ഥത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആ അർത്ഥത്തിൽ എങ്ങനെ അദ്ദേഹം ഒരു കോർപ്പറേഷൻ്റെ ഭരണം നടത്തുന്ന കാര്യത്തിൽ നിരവധി കേന്ദ്ര പദ്ധതികളുണ്ട്, കോർപ്പറേഷനോട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ MP എന്നുള്ള നിലയിലും കേന്ദ്രത്തിൽ മന്ത്രി എന്നുള്ള നിലയിലും സുരേഷ് ഗോപിയോട് ഒരു ആഭിമുഖ്യം കാണിക്കുന്നതിനകത്ത് ആ അർത്ഥത്തിലാണ് കാണിക്കുന്നത്. ശരിയാണ്. MK വർഗീസിനടക്കമുള്ള ചില നേതാക്കൾക്കും ഒക്കെ സുരേഷ് ഗോപിയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അത് തന്നെയാണ് സുനിൽകുമാറിനെ ചൊടിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഈ MK വർഗീസ് മേയർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേക്ക് സ്വീകരണമൊക്കെ. അതുകൊണ്ട് അതാ പറഞ്ഞത് അതൊരു ബാലിശമായ വാദഗതിയാണ്, തികച്ചും ബാലിശമായ വാദഗതിയാണ്. ഒരു ഒരു മന്ത്രിയായിരുന്ന ആൾ, ഒരു നേതാവായിരിക്കുന്ന ഒരാൾ ഉന്നയിക്കാൻ പാടില്ലാത്ത ബാലിശമായ ഒരു വാദഗതിയാണ്. ഇവിടെ കേരളത്തിൽ പൊതുവേ BJPയോട് ഒരു അസ്പൃശ്യത കൽപ്പിച്ചെങ്കിലേ അതിന് എന്നൊരു ചിന്ത നേരത്തെ തന്നെ ഉണ്ടല്ലോ. ഇപ്പം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലിരുന്ന കാലത്താണ് ഷിബു ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ച് നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. അതൊരു പ്രത്യേക പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. അതിവിടെ വലിയ കോലാഹലം ഉണ്ടാക്കി. അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, അത്തരത്തിലൊരു ചിന്താഗതി എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം BJP ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്, അവരുടെ തത്വശാസ്ത്രത്തോട് യോജിക്കുകയോ എന്ത് വേണം ചെയ്യാമെന്ന് പറയാതെ. എന്നെ സംബന്ധിച്ച് ഞാൻ BJPക്കാരനല്ല, വളരെ കൃത്യമാണ് എൻ്റെ സ്റ്റാൻഡ്. പക്ഷേ BJPയോടെ ഇവിടെ കാണിക്കുന്ന അസ്പൃശ്യത കണ്ടും ആവശ്യമില്ലാത്ത ഈ പറച്ചിലുകൾ കേട്ട് ഇനി BJPക്കാരനായി പോയേക്കും എന്നൊരു ഭയമേ എനിക്കുള്ളൂ. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുന്നത്. കാരണം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞതുപോലെയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ഇത് കേക്ക് സ്വീകരിച്ച ഇതിനെപ്പറ്റിയുള്ള കോലാഹലത്തിന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അത് ബാലിശം എന്ന വാക്കാണ് അതിന് ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും മേയറുടെ ഒരു മാത്രമായ ഒരു പിന്തുണ കൊണ്ടോ അല്ല സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത്, അല്ലെങ്കിൽ ബോധപൂർവമായി മേയർ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് നമുക്കറിയില്ല, നമുക്കതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉള്ള പിന്നെ സ്വാധീനക്കുറവാകാം കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വന്ന കുഴപ്പങ്ങളാകാൻ കാരണം, അല്ലെങ്കിൽ CPM ഏകോപനം വേണ്ടത്ര ഇല്ലാതെ വന്നിരിക്കാം. അങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ CPM തമ്മിലുള്ള ഏകോപനം വേണ്ടത്ര ഇല്ലാത്ത അതിൻ്റെ ബുദ്ധിമുട്ടുകൾ CPI പലയിടത്തും അനുഭവിക്കുന്നുണ്ട്. അത് ഭരണതലത്തിൽ അനുഭവിക്കുന്നുണ്ട്, വകുപ്പുകളിൽ അനുഭവിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇവിടെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് PPക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളിൽ വേണ്ട വിധത്തിൽ സഹായം കിട്ടാത്തതുകൊണ്ട്, പൊതുഭരണ വകുപ്പ് തന്നെ ഏറ്റവും ഉദാഹരണമാണ്. ഏറ്റവും മികച്ച വകുപ്പായിരുന്ന ഒരു വകുപ്പാണ് പൊതുഭരണ വകുപ്പ് എന്ന് പറയുന്നത്. ആ വകുപ്പിൽ പിന്നെ ഫലപ്രദമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, കൃഷി വകുപ്പിൽ കഴിയുന്നില്ല. പിന്നെ വേറൊരു മന്ത്രിയെപ്പറ്റി ഒരു ബോധവുമില്ല, എന്ത് ചെയ്യുന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒരു വിവരങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പല സ്ഥലങ്ങളിലും CPI സംഘർഷങ്ങൾ അണികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ CPI ഏകോപനമില്ലായ്മ എന്ന് പറയുന്നതും അതിനെ പലപ്പോഴും CPMൽ നിന്ന് രാജിവെച്ച് പലരും CPIയിലേക്കാണ് പോകുന്നത്. അത് കുട്ടനാട്ടിലൊക്കെ ആലപ്പുഴ ജില്ലയിലൊക്കെ വളരെ വ്യാപകമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടാകാം CPI അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് ആവശ്യം. അതല്ലാതെ ഇത്തരം വാദഗതികൾ ഉന്നയിക്കുന്നതിലൂടെ, അതായത് പിന്നെ ക്രിസ്തുമസിന് അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അത് BJPയുടെ ഒരു പദ്ധതിയാണ്. എന്താണ്? ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഇത് ചെയ്യുകയും അവരോടായിട്ട് സഹവർത്തിത്വം പുലർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ക്രൈസ്തവൻ എന്ന നിലയിൽ കണ്ടാൽ മതി, മേയർ എന്ന നിലയിൽ കാണണ്ട എന്ന ആ അർത്ഥത്തിൽ തന്നെ കണ്ടാൽ മതി. മേയർ എന്നുള്ള നിലയിൽ മേയറെയാണ് പോയി കണ്ടത്, ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ തന്നെ ആണ് കാണേണ്ടത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടത് പ്രധാനമായിട്ടും. പിന്നെ ക്രിസ്തുമസ് ദിനങ്ങളിൽ വീട്ടിൽ വരുന്ന അതിഥികളോട്, അതിപ്പോൾ നമ്മൾ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും, തീവ്രവാദികളാണെങ്കിൽ പോലും, എന്ത് തീവ്രവാദികളെ, ഇനിയും നക്സലൈറ്റുകളോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ ഒരു സന്ദേശവുമായി ഒരു വിശേഷാവസരത്തിൽ കയറി വരുന്നവരോട് അതെന്താ പടി അടച്ചിട്ടുണ്ട്, കേക്കും കൊണ്ട് വരുമ്പോൾ കേക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്കൊക്കെ വീടുകളിൽ ആരെല്ലാം കേക്ക് കൊണ്ട് തരുന്നു, നമ്മുടെ സുഹൃത്തുക്കളായ ആളുകൾ തരാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പരിചിതരൊക്കെ കൊണ്ട് തരാറുണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും അത് വീട്ടിൽ കയറി വരുന്നവരോട് അത് വേണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു കൃത്യമായ അഭംഗിയുണ്ടല്ലോ. അപ്പോൾ ആ വാദവും ആ പറച്ചിലും തികച്ചും ബാലിശമാണ്. അത് ഒരർത്ഥത്തിലും സുനിൽകുമാറിനെയോ CPIയെയോ സഹായിക്കുകയില്ല ഈ വാദം എന്ന് മാത്രമേ. എന്തായാലും രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ വളരെ ബാലിശമാണെങ്കിലും കേരള രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷിയോട്
വെറുപ്പ് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. വെറുപ്പാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ സുനിൽകുമാറിൻ്റെ വാദത്തിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷേ ഒരു മറുവാദം എം കെ വർഗീസ് ഉന്നയിക്കുന്നുണ്ട്. ഇത് പറയുന്ന സുനിൽകുമാർ തന്നെ ഉള്ളിയേരിയിലുള്ള സുരേന്ദ്രൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ചല്ലോ. ഉണ്ട്. സുരേന്ദ്രൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രണ്ടുപേരും പരസ്പര വീടുകളിൽ പോയിട്ടുണ്ട്. സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയിട്ടുണ്ട്. അതൊരു തെറ്റായ സമീപനമാണ്. നമ്മൾ എന്ത് വെറുപ്പിൻ്റെ ആണ് പഠിപ്പിക്കുന്നത്. പണ്ട് CPM എം വി രാഘവൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ചതിന് ശാസിക്കുകയൊക്കെ ചെയ്ത വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ അവസരത്തിൽ എം വി രാഘവൻ്റെ വീട്ടിൽ ചെന്നതിനും ചായ കുടിച്ചതിനും വിശദീകരണം ചോദിച്ച ഒരവസ്ഥ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം അത്തരം ചിന്താഗതികൾ ആരായാലും, അതാണ് ഞാൻ നേരത്തെ ഷിബു ബേബി ജിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഗുജറാത്തിൽ, ഇവിടെ മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം ഗുജറാത്തിൽ ചെന്ന് മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ BJP നേതാവിനെ സന്ദർശിച്ചു. ഇത് പൊതുവേ കണ്ടുവരുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പോൾ പിന്നെ BJP എന്ന് പറയുമ്പോൾ BJPക്ക് ഒരു അസ്പൃശ്യത കൽപ്പിച്ചെങ്കിലേ അതിന് ഒരു പുരോഗമന ഭാവം ഉണ്ടാകുകയുള്ളൂ എന്തോ ഒരു ചിന്താഗതി കേരളത്തിൽ ഈ സാംസ്കാരിക രംഗത്തും ഒക്കെ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും അവർ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് പ്രത്യയശാസ്ത്രത്തെയും പ്രത്യയശാസ്ത്രം കൊണ്ട് നേരിടുക. ഏത് പ്രത്യയശാസ്ത്രത്തെ, ഏത് എതിർപ്പയും അതിനെ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി നേരിടാൻ കഴിയുമെങ്കിൽ അങ്ങനെ നേരിടുക. അതായിരിക്കും അഭികാമ്യം. രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും അതുതന്നെയായിരിക്കും അഭികാമ്യം. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം സുനിൽകുമാറിന് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു എന്ന് ഇതിലൂടെ അദ്ദേഹം ഒന്നും കൂടി വ്യക്തമാക്കുന്നു, തെളിയിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഒട്ടും ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ മാനസിക ആഘാതത്തിൽ നിന്നും അദ്ദേഹം ഇതുവരെ മുക്തനായിട്ടില്ല. എത്രയും വേഗം മുക്തനാകുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത്.